നമസ്കാരം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ സംഘർഷഭരിതമായി തുടരുന്നതിനിടെ യു.എസ്. സൈനിക വിമാനം റഷ്യയിലെ മോസ്കോയിലെ വനുക്കോവോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിൽ ദുരൂഹത. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ മന്ദഗതിയിലായിരിക്കെയാണ് യു.എസ്. വ്യോമസേനയുടെ വിമാനം അപ്രതീക്ഷിതമായി മോസ്കോയിലെത്തിയത്. വിമാനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്, എന്തിനാണ് വിമാനം റഷ്യയിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ ഔദ്യോഗിക വിശദീകരണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വിമാനത്തിന്റെ വരവ് സംബന്ധിച്ച് പലവിധ അഭ്യൂഹങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിന്റെ ഭാഗമാണോ ഈ യാത്ര എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. വിവിധ റിപ്പോർട്ടുകളും വിമാനങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് റഡാറിന്റെ വിവരങ്ങളും അനുസരിച്ച് മോസ്കോയിലെത്തിയത് യു.എസ്. വ്യോമസേനയുടെ ബോയിംഗ് C-17 ഗ്ലോബസ്റ്റർ ആയിരിക്കാമെന്നാണ് സൂചന. വലിയ തോതിലുള്ള സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും മറ്റ് ചരക്കുകളും ദീർഘദൂരത്തേക്ക് എത്തിക്കുന്നതിനാണ് പ്രധാനമായും C-17 പോലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും കൊണ്ടുപോകാനും ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. RCH-4555 എന്ന വിളിപ്പേരും 077181 എന്ന രജിസ്ട്രേഷൻ നമ്പറുമുള്ള വിമാനമാണ് മോസ്കോയിലെത്തിയെന്നാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വിമാനം ചൊവ്വാഴ്ച രാവിലെ ലത്വാനിയയുടെ തലസ്ഥാനമായ റിഗയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഏകദേശം രാവിലെ 8:50 റിഗയിൽ നിന്ന് പറന്നുയർന്ന വിമാനം രാവിലെ 10 മണിക്ക് ശേഷമാണ് മോസ്കോയിലെ വനുക്കോവോ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വിമാനത്തിന്റെ മുൻ യാത്രാ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് 23-ന് ഇത് റിഗയിൽ എത്തിയതായി കാണാം. അതിനു മുമ്പ് അമേരിക്കയിലെ ക്യാമ്പ് സ്പ്രിങ്സിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. ക്യാമ്പ് സ്പ്രിങ്സിലുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ് അമേരിക്കയിലെ പ്രധാന സൈനിക താവളങ്ങളിൽ ഒന്നാണ്. യു.എസ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ഉൾപ്പെടെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ യാത്രകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഈ വ്യോമത്താവളം പ്രധാനമാണ്. എന്നാൽ ആൻഡ്രൂസ് ബേസിൽ നിന്നാണ് വിമാനം എത്തിയത് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉന്നത യു.എസ്. ഉദ്യോഗസ്ഥൻ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല. വിമാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നോ എന്താണ് കൊണ്ടുവന്നതെന്നോ സംബന്ധിച്ച് യു.എസ്. സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. റഷ്യൻ ഭാഗത്തുനിന്നും വ്യക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. വിമാനത്തെക്കുറിച്ച് തങ്ങൾക്ക് വിവരമൊന്നുമില്ലെന്നാണ് ക്രെംലിൻ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ വിമാനം മോസ്കോയിൽ എത്തിയത് ഒരു സാധാരണ സൈനിക ലോജിസ്റ്റിക്സ് ആവശ്യത്തിനായിരുന്നോ, നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായിരുന്നോ, ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അമേരിക്കൻ സൈനിക ചരക്ക് വിമാനങ്ങൾ പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ വിദേശ സന്ദർശനങ്ങൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് വാഹനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ, മറ്റ് ആവശ്യമായ സാധനങ്ങൾ എന്നിവ എത്തിക്കാൻ ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ വിമാനത്തിന്റെ മോസ്കോ യാത്രയ്ക്ക് പിന്നിൽ ഒരു ഉന്നതതല സന്ദർശനമുണ്ടാകാമെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല.